ജാമുൻ അല്ലെങ്കിൽ ജാവ പ്ലം നമ്മുടെ നാട്ടുഭാഷയിൽ ഞാവൽ എന്നറിയപ്പെടുന്ന പൂച്ചെടി കുടുംബമായ മിട്ടേസിയയിലെ ഒരു നിത്യഹരിത ഉഷ്ണമേഖലാ വൃക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ ശാസ്ത്രീയ നാമം സൈജിയം ക്യൂമിനി എന്നാണ്. ഞാവൽ ചെടിയുടെ സവിശേഷത, ഐതിഹ്യം, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, ഭക്ഷ്യ ഉപയോഗം, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമൻ്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാവലിന്റെ പഴം, തടി എന്നിവയൊക്കെ ഭക്ഷ്യാവശ്യത്തിനും വൈദ്യ ആവശ്യത്തിനും അലങ്കാര മൂല്യത്തിനും ഉപയോഗിച്ചു വരുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും ചൂട് കാലാവസ്ഥയുള്ള മറ്റു പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഉഷ്ണമേഖലാ നിത്യഹരിത വൃക്ഷമാണ് ഞാവൽ. ചില പ്രദേശങ്ങളിൽ ഇതിനെ പ്രാദേശികമായി മലബാർ പ്ലം, ജാവ പ്ലം, ബ്ലാക്ക് പ്ലം, ജാംബൂൾ, ജംബോളൻ, ഞാറ എന്നിങ്ങനെ വിളിക്കുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനെ ജാംബോ ദ്വീപ് എന്നറിയപ്പെടാൻ തന്നെ കാരണം ഇവിടെ ഒരു കാലത്ത് ഞാവൽ സമൃദ്ധമായി ഉണ്ടായിരുന്നതുകൊണ്ടാണ്. മ്യാൻമർ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ആൻഡമാൻ ദ്വീപുകൾ എന്നിവയുൾപ്പെടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും തെക്കുകിഴക്കൻ ഏഷ്യയിലുമാണ് ഇതിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്നു. ഏഷ്യയിൽ നിന്നാണ് ഞാവൽ ആഫ്രിക്കയിലെത്തിയത്. ഇന്ന് ഞാവൽ മധ്യരേഖാ പ്രദേശങ്ങളിലെല്ലാം തന്നെ വളർന്നു കാണപ്പെടുന്നു. ജാവയിലും ഫ്ലോറിഡയിലും ഇന്നിത് കൃഷി ചെയ്യുന്നുണ്ട്. പോർച്ചുഗീസ് കോളനി വൽക്കരണ കാലത്ത് ഇന്ത്യയിൽ നിന്നുമാണ് ബ്രസീലിലേക്ക് ഞാവൽ കൊണ്ടുപോയത്. അത് അവിടെ പെട്ടെന്ന് തന്നെ പക്ഷികളുടെ പ്രിയപ്പെട്ട ഭക്ഷണമായി മാറുകയും പക്ഷികൾ പലയിടങ്ങളിലായി അതിന്റെ വിത്തുകൾ വിതറുകയും ചെയ്തു. പസഫിക്, ഇന്ത്യൻ മഹാസമുദ്രങ്ങൾ, ഓസ്ട്രേലിയ, ഹോങ്കോങ്, സിംഗപ്പൂർ എന്നീ ദ്വീപുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇത് വ്യാപകമായി കണ്ടുവരുന്നു. അതിവേഗം വളരുന്ന ഒരു സസ്യമായതിനാൽ പല പ്രദേശങ്ങളിലും ഇന്നിത് ഒരു അധിനിവേശ ഇനമായും കണക്കാക്കപ്പെടുന്നു. കരീബിയൻ പ്രദേശങ്ങൾ, ഓഷ്യാനയിലെ നിരവധി ദ്വീപുകൾ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലും ഇത് ആക്രമണകാരിയായി കണക്കാക്കുന്നു. ഇതിന്റെ പഴങ്ങൾ വിവിധ നാടൻ പക്ഷികളും കുറുക്കൻ, സിബറ്റുകൾ, വവ്വാലുകൾ തുടങ്ങിയ ചെറിയ സസ്തനികൾ ഭക്ഷിച്ചാണ് ഇതിന്റെ വ്യാപനം നടത്തുന്നത്. ഹിമാലയ പ്രദേശങ്ങളിൽ 1200 മീറ്റർ വരെയും നീലഗിരിയിൽ 1800 മീറ്റർ ഉയരം വരെയും ഞാവൽ കാണുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണുന്ന വൃക്ഷങ്ങളിൽ ഒന്നാണ് ഞാവൽ. കൊടും വരൾച്ചയുള്ളിടത്ത് ഒഴികെ മിക്ക വനങ്ങളിലും ഞാവൽ വളരുന്നുണ്ട്. നനവും ചതുപ്പും ഇഷ്ടമുള്ള ഒരു വൃക്ഷമാണിത്. വെള്ളപ്പൊക്കം ഇതിനൊരു പ്രശ്നമേ അല്ല. വളർച്ചയെത്തിയാൽ വരൾച്ചയെയും അതിജീവിക്കുന്ന ഒരു ചെടിയാണ് ഇത്. ഹവായിൽ ഞാവൽ ഒരു അധിനിവേശ സസ്യത്തിന്റെ പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത്. നാട്ടുസസ്യങ്ങൾക്ക് ഭീഷണിയായ രീതിയിൽ വളർന്നു പന്തലിച്ചു നിൽക്കുന്നതിനാൽ ഹവായിൽ വിഷപ്രയോഗം നടത്തി ഞാവലിനെ നശിപ്പിക്കുന്നു. ഫ്ലോറിഡയിലെ സാനിബൽ എന്ന പ്രദേശത്ത് ഞാവൽ നടുന്നതും വളർത്തുന്നതും നിയമവിരുദ്ധമാണ്. മലയയിൽ ഇതിനെ ഒരു ശല്യക്കാരനായാണ് കാണുന്നത്. ഇതിന്റെ ഇലകൾ വീണ നടപ്പാതകളും പുൽമേടുകളും വൃത്തികേടാവുന്നതും വേഗം ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധമുണ്ടാകുന്നതുമാണ് അതിന് കാരണം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ ഇതിനെ വെട്ടിമാറ്റുന്നു. എന്നാൽ ഇന്ത്യയിൽ ഇത് ഒരു അധിനിവേശ സസ്യമല്ല. വിവിധ പാചക ഉപയോഗങ്ങൾക്ക് പുറമെ ആയുർവേദം പോലുള്ള പരമ്പരാഗത വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളിൽ വിവിധ ചികിത്സാ ഗുണങ്ങൾക്കായി ഇത് ഉപയോഗിക്കുന്നു. അതിലെല്ലാം ഉപരി ഇന്ത്യയിൽ ഇതിന് സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യവുമുണ്ട്. മജ്ജിമ നികയിൽ 3 സമാന്തര ഗ്രന്ഥങ്ങൾ അവകാശപ്പെടുന്നത് ശ്രീ ബുദ്ധൻ കുട്ടിയായിരുന്നപ്പോൾ ഒരു ഞാവൽമരത്തിന്റെ തണുത്ത തണലിലിരുന്നാണ് ആദ്യമായി അദ്ദേഹത്തിന് ധ്യാനാനുഭവം ഉണ്ടായതെന്നാണ്. അത് ജ്ഞാനധ്യാനത്തിന്റെ ആദ്യ ഘട്ടമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും തുടർന്ന് അദ്ദേഹം ധ്യാനം ശീലമാക്കുകയും ചെയ്തു എന്നാണ് ഈ ഗ്രന്ഥങ്ങൾ അവകാശപ്പെടുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തെ ഉണർവിലേക്ക് നയിച്ചത്. ശ്രീ ഭാഗവതം വ്യാഖ്യാനത്തിൽ ശ്രീ വിശ്വനാഥ ചക്രവർത്തി താക്കൂരിയുടെ ശ്രീരൂപ ചിന്താമണി, ആനന്ദചന്ദ്രിക എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്നത് കൃഷ്ണന്റെ വലതുകാലിൽ ഞാവൽപ്പഴത്തിന്റെ 4 ചിഹ്നങ്ങൾ ഉണ്ടെന്നാണ്. കൃഷ്ണന്റെ നിറം ഞാവൽപ്പഴത്തിൻ്റെതാണെന്നും രോഹിണി നാളുകാരുടെ നക്ഷത്രവൃക്ഷം ഞാവലാണെന്നും പറയുന്നു. വനവാസകാലത്ത് 14 വർഷവും രാമൻ ഞാവൽപ്പഴമാണ് കഴിച്ചിരുന്നത്. അതിനാൽ ഹിന്ദുക്കൾ ഞാവൽപ്പഴത്തെ ദൈവങ്ങളുടെ പഴം എന്നാണ് വിളിക്കുന്നത്. കൃഷ്ണന് പ്രിയപ്പെട്ട ഞാവൽ അതുകൊണ്ട് തന്നെ ഹിന്ദുമത ക്ഷേത്രങ്ങളിൽ വളർത്താറുണ്ട്. ഇതിന്റെ ഇലയും പഴവും ഗണപതിയെ പൂജിക്കാൻ ഉപയോഗിക്കുന്നു. തമിഴ്നാട്ടിലെ ഐതിഹ്യങ്ങളിൽ ഒന്നായ സംഘകാലത്തെ പുരാതന തമിഴ് കവയിത്രി ഔവയാർ തമിഴിൽ നേവൽ പഴം എന്ന് പറയുന്ന ഞാവൽപ്പഴത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നേടാനുള്ളതെല്ലാം നേടി എന്ന് വിശ്വസിച്ച ഔവയാർ ഞാവൽ മരത്തിന്റെ ചുവട്ടിലിരുന്ന് വിശ്രമിക്കുമ്പോൾ തമിഴ് സാഹിത്യ പ്രവർത്തനങ്ങളിൽ നിന്ന് വിരമിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. തമിഴ് ഭാഷയുടെ കാവൽ ദേവന്മാരിൽ ഒരാളായ വേഷം മാറിയ മുരുകൻ അവളെ തന്ത്രപൂർവ്വം അവിടെ വെച്ച് കണ്ടുമുട്ടുകയും കളിയാക്കുകയും ചെയ്തു. എന്നിട്ട് പിന്നീട് സ്വയം വെളിപ്പെടുത്തുകയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും അവളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. കാളിദാസ കൃതികളിലും ഞാവൽപ്പഴത്തെക്കുറിച്ചുള്ള വർണ്ണനകളുണ്ട്.
അതുപോലെ തന്നെ 1977 പുറത്തിറങ്ങിയ ജയ് റേ ജയ് എന്ന ചിത്രത്തിലെ ഒരു ഗാനം ജാംബിൾ പിക്ലു സഥാഖലി എന്ന പഴത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. മഹാരാഷ്ട്രയിൽ വിവാഹ പന്തൽ അലങ്കാരങ്ങളിൽ ഞാവലിന്റെ ഇല ഉപയോഗിക്കുന്നു. ഇതിന്റെ ഭക്ഷ്യ ഉപയോഗത്തിന് പുറമെ കാളവണ്ടി ചക്രങ്ങളും മറ്റ് കാർഷിക ഉപകരണങ്ങളും നിർമ്മിക്കാൻ ആന്ധ്രാപ്രദേശിൽ തെലുങ്കിലെ നെരേഡ് എന്നറിയപ്പെടുന്ന ഈ മരം ഉപയോഗിക്കുന്നു. ഇത് കൂടാതെ വാതിലുകളും ജനലുകളും നിർമ്മിക്കാനും അവർ ഈ തടി ഉപയോഗിക്കുന്നു. നന്നായി കത്തുന്ന വിറകായതിനാൽ കരിയുണ്ടാക്കാനും ഈ തടി നല്ലതാണ്. പലവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇതിന്റെ തടി നനവ് സഹിക്കുന്നതും ചിതൽ തിന്നാത്തതുമാണ്. വാദ്യോപകരണമായ ഗിത്താർ ഉണ്ടാക്കാൻ ഈ തടി നല്ലതാണ്. മീൻവലകൾക്ക് ചായം അല്ലെങ്കിൽ നിറം കൊടുക്കാനുള്ള ഒരു കറ ഈ തടിയിൽ നിന്നും കിട്ടുന്നു. ഇത് കൂടാതെ കാപ്പിത്തോട്ടങ്ങളിൽ തണൽ മരമായി ഇത് വളർത്താറുണ്ട്. ശ്രദ്ധയോടെ പ്രൂൺ ചെയ്തെടുത്താൽ ഇതൊരു വേലിയായി നമുക്ക് വളർത്തിയെടുക്കാം. അതിവേഗം വളരുന്ന ഒരിനം എന്ന നിലയിൽ ഇതിന് 30 മീറ്റർ വരെ ഉയരത്തിലെത്താൻ കഴിയും. 100 വർഷത്തിലധികം ആയുസ്സുള്ള ഒരു വൃക്ഷമാണ് ഞാവൽ. ഇതിന്റെ ഇടതൂർന്ന ഇലകൾ നല്ല തണലും അലങ്കാര മൂല്യവും നൽകുന്നു. ഇത് അലങ്കാര വൃക്ഷത്തിനായി നടുമ്പോൾ 12 മുതൽ 14 മീറ്റർ വരെ അകലം പാലിക്കേണ്ടതാണ്. കാറ്റിനെ തടയാനാണ് ഇത് നട്ടുവളർത്തുന്നതെങ്കിൽ 6 മീറ്റർ അകലം മതിയാകും. ഇതിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ മണ്ണും അന്തരീക്ഷവുമാണെങ്കിൽ 2 വർഷം കൊണ്ട് തന്നെ 4 മീറ്റർ ഉയരം വയ്ക്കും. 4 വർഷം പൂക്കാൻ മതിയാകും. ഇതിന്റെ മുറിച്ച കുറ്റിയിൽ നിന്നും നന്നായി തൈകൾ പൊട്ടിമുളയ്ക്കും. അതിൽ നിന്നും 30ഓളം പുതിയ തൈകൾ ലഭിക്കാം. മിക്കതിനും നല്ല കരുത്തും ഉണ്ടാകും. ഇതിന്റെ ഇളം ചെടികൾക്ക് തണൽ ആവശ്യമാണ്. ഇതിന്റെ വിത്താണ് മുളപ്പിക്കുന്നതെങ്കിൽ പഴത്തിൽ നിന്നും വിത്ത് ലഭിച്ചാൽ ഉടനെ തന്നെ നടുന്നതാണ് നല്ലത്. കാരണം മുളയ്ക്കൽ ശേഷി 2 ആഴ്ച കൊണ്ട് നഷ്ടപ്പെടുന്നു. പ്രായമേറും തോറും കട്ടി കൂടി വരുന്ന പുറംതൊലിയാണ് ഇതിനുള്ളത്. ഇതിന്റെ പുറത്ത് തടവിയാൽ തന്നെ പുറംതൊലി അടർന്നു പോകുന്നു. ഉള്ളിലെ തൊലിയുടെ പുറം വശത്തിന് കട്ടി കുറഞ്ഞ ഒരു പുറം ഭാഗമുണ്ട്. ഇളം പച്ച നിറത്തിലുള്ള പുതിയ കമ്പുകൾ വളർന്നു വരുംതോറും ബ്രൗൺ നിറത്തിലാകുന്നു. ഇതിന്റെ കട്ടിയുള്ള ഇലകൾ വളരും തോറും മിനുസപ്പെടുകയും നുള്ളിയോ കടിച്ചോ നോക്കിയാൽ മാങ്ങയോട് സാദൃശ്യമുള്ള രുചിയും മണവും അനുഭവപ്പെടുന്നതായും കാണാം. 7 മുതൽ 18 സെന്റിമീറ്റർ വരെ നീളവും 3 മുതൽ 9 സെന്റിമീറ്റർ വരെ ഇലകൾക്ക് നീളവും ഉണ്ടാകും. നല്ല പോഷകമൂല്യമുള്ളതിനാൽ ഈ ഇലകൾ കന്നുകാലികൾക്ക് ഭക്ഷണമായി ഉപയോഗിക്കുന്നു. ഇലകൾ പൊഴിയുന്നതിന് മുമ്പേ നിറം ചുവപ്പാകുന്നു. ഇതിന്റെ പഴയ കമ്പുകളിലും തടികളിലും വെള്ള നിറത്തിലുള്ള പൂക്കളുടെ കുലകൾ ഉണ്ടാകുന്നു. ഇത് മാർച്ച് ഏപ്രിൽ മാസത്തോടെയാണ് നന്നായി പൂക്കുന്നത്. ഏകദേശം 5 മില്ലിമീറ്റർ വ്യാസമുള്ള സുഗന്ധമുള്ള പൂക്കളാണ് ഇതിന്. അതിൽ നിന്നും ഉരുണ്ടും നീണ്ടും ഇരിക്കുന്ന പച്ച നിറത്തിലുള്ള കായ്കൾ ഉണ്ടാകുന്നു. പഴുക്കുമ്പോൾ നല്ല തിളക്കമുള്ള കറുപ്പായി ഇത് മാറുന്നു. ഇത് സാധാരണയായി മെയ് ജൂൺ മാസങ്ങളിലാണ് സംഭവിക്കുന്നത്. ഈ പഴത്തിന് മധുരവും നേരിയ പുളിയും രേതസ്വാദുമുണ്ട്. നിലത്ത് വീണാൽ ചതഞ്ഞു പോകും. ഈ പഴത്തിനുള്ളിലെ സ്ഥലത്തിനുള്ളിൽ നീണ്ടുരുണ്ട ഒരു ചെറിയ വിത്തുമുണ്ടാകും. എന്നാൽ ഇന്ന് വിപണിയിൽ ഹൈബ്രിഡ് ഇനങ്ങളായ സീഡ്ലെസ് ഞാവലും വെളുത്ത നിറത്തിലുള്ള ഞാവലും ലഭ്യമാണ്. അല്പം വിശാല pH-ൽ നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ നന്നായി വളരുന്ന ചെടിയാണിത്. സാധാരണയായി ഈ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ pH നില 5.5 മുതൽ 7.5 വരെയാണ്. ഇത് ചെറുതായ അമ്ലവും നിഷ്പക്ഷ മണ്ണിനെയും സൂചിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയ്ക്കും നല്ല രീതിയിലുള്ള ഫലോത്പാദനത്തിനും ആവശ്യമായ പോഷകങ്ങൾ നൽകേണ്ടത് അത്യാവശ്യമാണ്. ഇതിന്റെ തൈ നടുന്നതിന് മുൻപേ കമ്പോസ്റ്റ് അല്ലെങ്കിൽ നന്നായി അഴുകിയ ചാണകം പോലുള്ള ജൈവവസ്തുക്കൾ മണ്ണിൽ ചേർക്കുക. ഇത് മണ്ണിന്റെ ഘടന, ഫലഭൂയിഷ്ഠത, ഈർപ്പം നിലനിർത്തൽ എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഇലകളുടെ വളർച്ചയ്ക്കും ചെടിയുടെ മൊത്തത്തിലുള്ള വികാസത്തിനും ഇതിന് നൈട്രജൻ ആവശ്യമാണ്. അമോണിയം സൾഫേറ്റ് അല്ലെങ്കിൽ യൂറിയ പോലുള്ള നൈട്രജൻ സമ്പുഷ്ട വളങ്ങൾ വളരുന്ന സീസണിൽ നൽകാം. അമിതമായി നൈട്രജൻ പ്രയോഗം ഒഴിവാക്കുക, പ്രത്യേകിച്ച് പൂവിടുമ്പോഴും കായ്ക്കുന്ന ഘട്ടങ്ങളിലും. ഫോസ്ഫറസും പൊട്ടാസ്യവും വേരുകളുടെ വികാസത്തിനും പൂവിടുന്നതിനും കായ്ക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്. ആവശ്യത്തിന് ഫോസ്ഫറസും പൊട്ടാസ്യവും ലഭിക്കുന്നതിന് സമീകൃത വളം അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ വളം ഉപയോഗിക്കാം. മണ്ണിലെ ഇരുമ്പ്, സിങ്ക്, മാംഗനീസ്, ചെമ്പ് തുടങ്ങിയ പോഷകങ്ങളുടെ അളവ് നിരീക്ഷിക്കുക. ഈ പോഷകങ്ങളുടെ കുറവ് ഞാവൽ മരത്തിന്റെ ആരോഗ്യത്തെയും ഉൽപാദനക്ഷമതയെയും പ്രതികൂലമായി ബാധിക്കും. ഈ മൈക്രോ ന്യൂട്രിയന്റുകൾ ആവശ്യമാണെങ്കിൽ ഫോളിയർ സ്പ്രെയർ അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയന്റുകൾ അടങ്ങിയ വളം മണ്ണിൽ പ്രയോഗിക്കുക. വളം പ്രയോഗിക്കുമ്പോൾ തണ്ടുകളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കി മരത്തിന്റെ ഡ്രിപ്പ് ലൈനിന് ചുറ്റും വളം തുല്യമായി വിതറുക. റൂട്ട് സോണിലേക്ക് പോഷകങ്ങൾ തുളച്ചു കയറുന്നത് ഉറപ്പാക്കാൻ വളപ്രയോഗത്തിന് ശേഷം നന്നായി നനയ്ക്കുക. വളരുന്ന സീസണിൽ സാധാരണയായി വസന്തകാലത്തും വേനൽക്കാലത്തിന്റെ തുടക്കത്തിലും ഇതിന് പതിവായി വളപ്രയോഗം നടത്താം. ഈ സീസണിന്റെ അവസാനത്തിൽ വളപ്രയോഗം പൂർണ്ണമായി ഒഴിവാക്കുക. ഈ മരത്തിന്റെ വളർച്ചയും രൂപവും പതിവായി നിരീക്ഷിക്കുക. പോഷകങ്ങൾ കുറവായതിന്റെയോ അമിതമായതിന്റെയോ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ വളപ്രയോഗം അതിനനുസരിച്ച് ക്രമീകരിക്കുക. ഫ്രൂട്ടീച്ച, കായ്തുരപ്പൻ, സ്കെയിൽ പ്രാണികൾ, മുഞ്ഞ, ലീഫ് മൈനേഴ്സ് എന്നിവയാണ് ഞാവലിനെ ബാധിക്കുന്ന കീടങ്ങൾ. ആന്ത്രാക്നോസ്, വിഷമഞ്ഞ്, ഇലപ്പുള്ളി, റൂട്ട് ചീയൽ, ബാക്ടീരിയൽ ബ്ലൈറ്റ് ഇവയാണ് ഞാവലിനെ ബാധിക്കുന്ന രോഗങ്ങൾ. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാനായി വിപ്പാഡേസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക.
വിത്ത് മുളപ്പിച്ചും കട്ടിങ്ങുകൾ വെട്ടിനട്ടും ഗ്രാഫ്റ്റ് ചെയ്തും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പാകമായ പഴങ്ങൾ, അതായത് ഞാവൽപ്പഴം, ഭക്ഷ്യയോഗ്യമാണ്. ചവർപ്പും നീരുമുള്ള ഇത് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ഇതിന്റെ പഴത്തിൽ നിന്നും വിനാഗിരി ഉണ്ടാക്കാം. ചില പട്ടുനൂൽ പുഴുക്കൾക്ക് ഇതിന്റെ ഇല ഭക്ഷണമായി നൽകാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ആൾക്കാർ പല്ല് വൃത്തിയാക്കാൻ ഞാവലിന്റെ കമ്പ് ഉപയോഗിക്കാറുണ്ട്. നിറയെ തേനീകളുള്ള ഇതിന്റെ പൂക്കളിൽ നിന്നും തേനീച്ചകൾ നല്ല രീതിയിൽ തേൻ ഉണ്ടാക്കുന്നു. പക്ഷേ സംരക്ഷിച്ചില്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ തേൻ കേടാകാറുണ്ട്. ഫിലിപ്പീൻസിൽ ഞാവൽപ്പഴം വ്യാപകമായി വാറ്റി മദ്യം ഉണ്ടാക്കാറുണ്ട്. ഈ ഞാവൽപ്പഴം ഉപയോഗിച്ചുള്ള ലസ്സി ചില സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്നു. ഇതിന്റെ ഇല വാറ്റിയാൽ ലഭിക്കുന്ന എണ്ണ സോപ്പിന് സുഗന്ധം നൽകാൻ ഉപയോഗിക്കാറുണ്ട്. ഞാവൽപ്പഴത്തിന്റെ നീരെടുത്ത് ഉന്മേഷദായകമായ പാനീയങ്ങൾ ഉണ്ടാക്കാം. ഇതിന്റെ ജ്യൂസ് പലപ്പോഴും പഞ്ചസാരയോ തേനോ ചേർത്ത് മധുരമാക്കുകയും ചിലപ്പോൾ മറ്റു പഴങ്ങളുമായി കലർത്തുകയോ ചെയ്യുന്നു. ഈ പഴത്തിന്റെ പൾപ്പ് പഞ്ചസാര ചേർത്ത് പാകം ചെയ്ത് പ്രിസർവുകളോ ജാമുകളോ ഫ്രൂട്ട് സ്പ്രെഡുകളോ ഉണ്ടാക്കാം. ഇവ ടോസ്റ്റ് അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾക്കുള്ള ടോപ്പിംഗ് എന്നിവയായി ഉപയോഗിക്കാം. ഈ പഴങ്ങൾ ഉപയോഗിച്ച് ചട്നി നിർമ്മിക്കാം. ഇവ സാധാരണയായി പ്രധാന വിഭവങ്ങൾക്കൊപ്പം വിളമ്പുന്ന രുചികരമായ പല വ്യഞ്ജനങ്ങളാണ്. ഈ പഴത്തിന്റെ ചവർപ്പ് ഈ ചട്നിക്ക് സവിശേഷമായ രുചി നൽകുന്നു. ഈ പഴങ്ങൾ പൈ, ടാർക്ക്, കേക്ക്, പുഡിംഗ് എന്നിവ ഉൾപ്പെടെ പലതരം മധുര പലഹാരങ്ങളിൽ ഉപയോഗിക്കാം. ഇവയുടെ മധുരവും പുളിപ്പുമുള്ള ഫ്ലേവർ ബേക്ക് ചെയ്ത സാധനങ്ങളിലെ മറ്റു സാധനങ്ങളുമായി നന്നായി യോജിക്കുന്നു. ഇത് കൂടാതെ സലാഡുകൾ, സോസുകൾ, മാരിനേഡുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ വിഭവങ്ങൾക്ക് രുചി നൽകാൻ ഞാവൽപ്പഴം ഉപയോഗിക്കാം. ഈ പഴത്തിന്റെ ചവർപ്പ് രുചികരമായ വിഭവങ്ങൾക്ക് നല്ല സ്വാദ് നൽകും. പലതരം പുതിയ ഉപയോഗം മുതൽ മധുര പലഹാരങ്ങളും പല വ്യഞ്ജനങ്ങളും തുടങ്ങി നിരവധി പാചകങ്ങളിൽ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വൈവിധ്യമാർന്ന പഴമാണ് ഞാവൽ. ഞാവലിന്റെ എല്ലാ ഭാഗങ്ങൾക്കും ഔഷധ ഗുണമുണ്ട്. ഔഷധമായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സസ്യങ്ങളിൽ ഒന്നാണ് ഞാവൽ. ആയുർവേദം പോലുള്ള പരമ്പരാഗത വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളിൽ നിരവധി ഔഷധ ഗുണങ്ങൾക്കായി ഇത് ഉപയോഗിക്കുന്നു. ഇതിന്റെ ഇല കരിച്ചു കിട്ടുന്ന ചാരം എല്ലുകൾക്കും മോണകൾക്കും ശക്തി കൂട്ടാൻ നല്ലതാണെന്ന് പറയുന്നു. ഇതിന്റെ ഇലയും തടിയും കായും ഇന്ത്യയിലും ചൈനയിലും നാടൻ വൈദ്യത്തിൽ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ തടി മാറ്റി കിട്ടിയ നീര് ഫിലിപ്പീൻസിൽ വയറിളക്കത്തിന് ഔഷധമായി ഉപയോഗിക്കുന്നു. ഇതിന്റെ ഉണക്കി പൊടിച്ച കുരു പ്രമേഹത്തിന് ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു. ഇതിന്റെ വിത്തിൽ അടങ്ങിയിരിക്കുന്ന ചില ആൽക്കലോയിഡുകൾ അന്നജം പഞ്ചസാരയായി മാറാതെ തടയുന്നു. ഇതിന്റെ ഇലയ്ക്കും തടിക്കുമെല്ലാം ആന്റിബയോട്ടിക് ശേഷിയുണ്ട്. ചെറിയ അളവ് ഞാവലിന്റെ അംശം പോലും രക്തത്തിലെയും മൂത്രത്തിലെയും പഞ്ചസാരയുടെ അളവ് വേഗത്തിൽ കുറയ്ക്കുന്നു. ഇതിന്റെ നേർപ്പിച്ച പഴച്ചാറ് തൊണ്ടവേദനയ്ക്കുള്ള ഔഷധമാണ്. ഇതിന്റെ അസംസ്കൃത പഴത്തിൽ 83% വെള്ളം, 16% കാർബോഹൈഡ്രേറ്റ്, 1% പ്രോട്ടീൻ, വളരെ കുറഞ്ഞ അളവിൽ കൊഴുപ്പ്, 100 ഗ്രാം പഴത്തിൽ നിന്ന് 60 കലോറി. ഇതുകൂടാതെ ധാരാളമായി ജീവകം എയും ജീവകം സിയും അടങ്ങിയിരിക്കുന്നു. ആന്തോസയാനിൻ, എലാജിക് ആസിഡ്, ഗ്ലൂക്കോസൈഡ്, ഐസോകോർസെറ്റിൻ, കംഫറോൾ, മെറാസെറ്റിൻ എന്നിവ ഇതിൽ കാണപ്പെടുന്ന സംയുക്തങ്ങളാണ്. ആൽക്കലോയിഡ്, ജംബോസിൻ, ഗ്ലൂക്കോസൈഡ്, ആന്റിമെലിൻ എന്നിവ വിത്തുകളിലും അടങ്ങിയിരിക്കുന്നു. വയറിളക്കം, അതിസാരം, വയറ്റിലെ അൾസർ എന്നിവ ഉൾപ്പെടെ വിവിധ രോഗങ്ങൾ ചികിത്സിക്കാൻ പരമ്പരാഗത വൈദ്യന്മാർ ഇത് ഉപയോഗിച്ചിരുന്നു. ടൈപ്പ് 2 പ്രമേഹമുള്ളവരിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിൽ ഇതിന്റെ സത്ത് നല്ല ഫലം കാണിക്കുന്നു. ദഹനം മെച്ചപ്പെടുത്തുന്നതിനും ദഹന സംബന്ധമായ തകരാറുകൾ ഒഴിവാക്കുന്നതിനും ആയുർവേദത്തിൽ ഇത് ഉപയോഗിക്കുന്നു. ചില ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും വളർച്ചയെ തടയുന്ന ആന്റി മൈക്രോബയൽ ഗുണവും ഇതിനുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന ഫോളിഫ്ലവനോയിഡുകൾക്ക് ന്യൂറോ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റുകൾ ഉണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇത് തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും. ഞാവൽ മരത്തിന്റെ പുറന്തൊലി മലവിസർജനം, ആന്തൽമെറ്റിക്, ദഹനം, ആസ്മ, അൾസർ, ആന്റിഡിസെന്റിക്, രക്തശുദ്ധീകരണം എന്നിവയ്ക്ക് ഫലപ്രദമാണെന്ന് പറയുന്നു. ഇതിന്റെ പഴം മലവിസർജനം, വായിലെ രേതസ്, വയറ്റിലെ അസുഖങ്ങൾ, ഡയൂറിക്, ആന്റി ഡയബറ്റിക് എന്നീ ഗുണങ്ങളുള്ളതാണെന്നും പറയപ്പെടുന്നു. ഇതിന്റെ വിത്ത് ആന്റി ഡയബറ്റിക് ആണ്. ഇതിന്റെ പഴുത്ത പഴത്തിൽ നിന്ന് ഉണ്ടാകുന്ന വിനാഗിരി വയറ്റിലെ രോഗങ്ങൾക്കും ഡയൂറിക് ചികിത്സയ്ക്കും വയറിളക്കം ചികിത്സിക്കുന്നതിനും നല്ലതാണ്. ഇതിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് എലികളിൽ നടത്തിയ പഠനത്തിൽ പ്രമേഹം, കൊളസ്ട്രോൾ, ആന്റി ഓക്സിഡന്റ്, കുടൽ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, അലർജി, സന്ധിവാതം, അണുബാധ, കിഡ്നി രോഗങ്ങൾ, അനീമിയയ്ക്കുള്ള പ്രതിവിധി, തലച്ചോറിന്റെയും നാഡീവ്യൂഹത്തിന്റെയും സംരക്ഷണം എന്നിവയ്ക്കൊക്കെ ഫലപ്രദമാണെന്ന് കണ്ടെത്തി. ഇതൊക്കെ ഒരുപക്ഷെ മനുഷ്യരിലും ഫലപ്രദമായേക്കാവുന്ന ചികിത്സാ മാർഗങ്ങളാണ്. പക്ഷേ അതിന് ഇനിയും കൂടുതൽ ക്ലിനിക്കൽ ഗവേഷണങ്ങൾ ആവശ്യമാണ്. ഇതിന്റെ ഇലകൾ റേഡിയോ സംരക്ഷണത്തിനായി പരിശോധിച്ചപ്പോൾ റേഡിയേഷൻ മൂലം സംഭവിക്കുന്ന ലിംഫോസൈറ്റുകളിലെ മൈക്രോ ന്യൂക്ലിയസ് ഉൽപാദനം കുറച്ചു.
അതുപോലെ തന്നെ DNA കേടുപാടുകൾക്കെതിരെ സംരക്ഷണം നൽകുന്നതിന് ഇതിൻ്റെ ഇലകൾക്ക് സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. DNA കേടുപാടുകൾ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ഇത് വളരെ പ്രധാനമാണ്. ആയുർവേദത്തിൽ ജാവാപ്ലം അല്ലെങ്കിൽ ഇന്ത്യൻ ബ്ലാക്ക്ബെറി എന്നറിയപ്പെടുന്ന ഞാവൽ ധാരാളം ഔഷധ ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ്. മുൻപ് പറഞ്ഞ ദഹനാരോഗ്യം, പ്രമേഹ നിയന്ത്രണം, ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ, ആന്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റുകൾ എന്നിവയും ആയുർവേദവും ഊന്നി പറയുന്നുണ്ട്. ഇതുകൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും അണുബാധ മുതലായ രോഗങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ പ്രധാന കാരണം ഇത് വെളുത്ത രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ്. ഇത് രോഗകാരികളെ ചെറുക്കുകയും രോഗപ്രതിരോധ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിന് കാർഡിയോ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റുകൾ ഉണ്ടെന്നും ഹൃദയാരോഗ്യം നിലനിർത്താൻ അത് സഹായിക്കുമെന്നും ആയുർവേദം വിശ്വസിക്കുന്നു. കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ഹൃദയാഘാതം, സ്ട്രോക്ക് തുടങ്ങിയ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കാനും ഇത് സഹായിക്കും. ഞാവലിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യത്തിന് ഗുണം ചെയ്യും. ഇവ ഓക്സിഡേറ്റീവ് നാശത്തെ ചെറുക്കാനും അകാല വാർദ്ധക്യം തടയാനും ആരോഗ്യകരമായ ചർമ്മത്തിന്റെയും മുടിയുടെയും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ആയുർവേദത്തിൽ ഞാവൽ പലപ്പോഴും വിവിധ ഹെർബൽ ഫോർമുലേഷനുകളിലും പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിക്കുന്നതിനുള്ള പരിഹാരങ്ങളിലും ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും ഔഷധാവശ്യങ്ങൾക്കായി ഞാവൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹെർബൽ പ്രതിവിധികൾ ഉപയോഗിക്കുന്നതിന് മുൻപ് യോഗ്യതയുള്ള ഒരു ആയുർവേദ പ്രാക്ടീഷണറുമായി കൂടി ആലോചിക്കേണ്ടതാണ്. എന്നാൽ ഇതിന് ചില പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വായുകോപം, ദഹനം വൈകിപ്പിക്കൽ, ലാറിഞ്ചൈറ്റിസ്, ശ്വാസകോശത്തിലെ വീക്കം, എംഫ്സമ എന്നിവയാണവ. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗ്ഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ട് വാങ്ങാവുന്നതാണ്. ഞാവൽ മരത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.